PM ശ്രീ പദ്ധതിയുടെ പേരിൽ നിയമസഭയ്ക്കുള്ളിൽ വലിയ രാഷ്ട്രീയ നാടകം കളിക്കാൻ നോക്കിയ പ്രതിപക്ഷത്തിന്റെ വായടപ്പിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി എം ഷംസുദ്ദീന്റെ സഭാപ്രസംഗം. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് ഒപ്പുവെച്ച അതേ രേഖകളും ധാരണാപത്രങ്ങളും നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചുകൊണ്ടാണ് മന്ത്രി പ്രതിപക്ഷത്തിന്റെ വായടപ്പിച്ചത്. അധികാരത്തിലിരുന്നപ്പോൾ കേന്ദ്രവുമായിട്ട് രഹസ്യ ധാരണയുണ്ടാക്കി പദ്ധതി നടപ്പാക്കാൻ ഒപ്പിട്ട് നൽകുകയും പ്രതിപക്ഷത്ത് വന്നപ്പോൾ അത് UDF സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുകയും ചെയ്ത പ്രതിപക്ഷത്തിന്റെ ഇരട്ടത്താപ്പാണ് സഭയിൽ പൊളിഞ്ഞു തുടങ്ങിയത്. പദ്ധതി പൂർണ്ണമായിട്ടും റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്ത് നൽകിയിട്ടില്ലെന്നും പകരം ചില വ്യവസ്ഥകളിലെ അവ്യക്തത കാരണം പദ്ധതി താൽക്കാലികമായിട്ട് നീട്ടിവെക്കണമെന്ന് മാത്രമാണ് ആവശ്യപ്പെട്ടിരുന്നത് എന്നും മന്ത്രി തെളിവുകൾ സഹിതം വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉയർത്തിയ എല്ലാ വാദങ്ങളെയും നിഷ്പ്രഭമാക്കുന്ന രീതിയിലായിരുന്നു മന്ത്രിയുടെ ഓരോ മറുപടി. എന്തായാലും നിയമസഭയിൽ ആ മന്ത്രി പറഞ്ഞത് നമുക്ക് കാണാം. എല്ലാം ചെയ്തത് കഴിഞ്ഞ സർക്കാരാണ്. പുതിയ സർക്കാർ വല്ല കരാറും ഒപ്പുവെക്കുകയോ തുടർ നടപടികൾ വല്ലതും സ്വീകരിക്കുകയോ ഇതുവരെ ചെയ്തിട്ടില്ല. സർ, ഇതിൻ്റെ ഒരു ചരിത്രത്തിലേക്ക് പോയാൽ 2022 തുടക്കം കുറിച്ചതാണ് ഈ പദ്ധതി. 22 മുതൽ ഉള്ള 5 വർഷക്കാലമാണ്. 2023 ഫെബ്രുവരി 24 കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി സഞ്ജയ് കുമാർ IAS കേരളത്തിനൊരു കത്തയക്കുക. സർ, ആ കത്തിൽ MOU ഒപ്പിടാനും അതുപോലെ തന്നെ സ്കൂളുകൾ തെരഞ്ഞെടുത്ത് തരണമെന്നുമാണ് കേന്ദ്രം ആവശ്യപ്പെട്ടത്. അതിന് നമ്മുടെ അന്നത്തെ വിദ്യാഭ്യാസ സെക്രട്ടറി, കഴിഞ്ഞ ഗവൺമെന്റിന്റെ കീഴിലുള്ള വിദ്യാഭ്യാസ സെക്രട്ടറി റാണി ജോർജ് IAS പ്രിൻസിപ്പൽ സെക്രട്ടറി 30/3/24 ഒരു അഷ്വറൻസ് ലെറ്റർ കേന്ദ്രത്തിന് കൊടുക്കുകയാണ്. സർ, ആ കത്തിൽ പറയുന്നത് 30/3/24 ആ കത്തിൽ പറയുന്നത് The state is looking forward to establish PM Shri schools in Kerala. In this regard, a state-level committee headed by Principal Secretary General Education has been constituted. Based on the recommendation of the committee, the MOU for establishing PM Shri school will be signed by the state before the academic year 24-25. എന്ന് പറഞ്ഞാൽ 24-25 സാമ്പത്തിക വർഷ അധ്യയന വർഷത്തിന് മുമ്പ് ഞങ്ങൾ ഇത് ഒപ്പിട്ടോളാം, ഇതിവിടെ നടപ്പാക്കാൻ ഞങ്ങൾ സന്നദ്ധമാണ് എന്ന് പറഞ്ഞ് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി കേന്ദ്രത്തിന് അയച്ച കത്താണ് സർ ഞാനിവിടെ വായിച്ചത്. പിന്നെ ഈ പറയപ്പെടുന്ന കമ്മിറ്റി കൂടിയിട്ട് അവർ 17/7/24 PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട്, അതിന്റെ ഹെഡിങ് അങ്ങനെയാണ്, PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ട്. അത് മുഴുവൻ ഞാൻ വായിക്കുന്നില്ല. ലാസ്റ്റ് കൺക്ലൂഷൻ: മേൽ കൊടുത്തിരിക്കുന്ന ചർച്ചയുടെയും ശുപാർശകളുടെയും വെളിച്ചത്തിൽ കേരളത്തിന് കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഫണ്ട് നഷ്ടപ്പെടാതിരിക്കുവാനും സർക്കാർ സ്കൂളുകൾക്കും സ്കൂളിലെ കുട്ടികൾക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ ആനുകൂല്യങ്ങളും തടസ്സപ്പെടാതിരിക്കുന്നതിനുമായി PM ശ്രീ പദ്ധതി നടപ്പിലാക്കാവുന്നതാണെന്നും ഇതിനാവശ്യമായ ധാരണാപത്രം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവുമായി ഒപ്പുവെക്കാവുന്നതാണെന്നും ഈ കമ്മിറ്റി ശുപാർശ ചെയ്യുന്നു. ഇതാണ് 17/7/24 കഴിഞ്ഞ ഗവൺമെന്റിന്റെ കീഴിൽ നടന്ന കമ്മിറ്റിയുടെ തീരുമാനം. സർ, അത് കഴിഞ്ഞ് ഞാൻ ചുരുക്കി പറയാം, ഇതൊക്കെ എല്ലാവരും കേരളത്തിലെല്ലാ ജനങ്ങളും കണ്ടതാണ്. പിന്നെ 2025 ഒക്ടോബർ 16 MOU ഒപ്പിട്ടു. MOU ഒപ്പിട്ട് ഈ സംസ്ഥാനത്തെ പ്രതിസന്ധിയിലാക്കിയവരാണ് സാർ അപ്പുറത്തിരിക്കുന്നത്. ഇവിടെ ഈ PM ശ്രീയിൽ ഒപ്പിടാതെ മാറി നിന്നിരുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു കേരളം. പക്ഷേ എല്ലാവരെയും മുൾമുനയിൽ നിർത്തി ഇരുട്ടിന്റെ മറവിൽ, അന്ന് ഒപ്പിട്ട കഥകളൊക്കെ അന്നത്തെ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കിട്ടിയാണ്. ഒരാളും പുറത്തറിയാതെ വളരെ രഹസ്യമായി ക്യാബിനറ്റിനെ പോലും അറിയിക്കാതെ, CPI-ക്കാർക്ക് അഭിപ്രായമുണ്ടോ, CPI-ക്കാർ പോലും അറിയാതെ അന്ന് ബിനോയ് വിശ്വം എന്താ പറഞ്ഞത്? ബിനോയ് വിശ്വം അന്ന് ചോദിച്ചത് ഇതെന്ത് സർക്കാരാണെന്നാണ് ബിനോയ് വിശ്വം ചോദിച്ചത്. കാരണം ഒരു ഉത്തരവാദിത്തമില്ല, CPI-ക്കാർ അറിഞ്ഞിട്ടില്ല. സർ, ആ ധാരണാപത്രത്തിൽ എന്താ പറയുന്നത്? ഒക്ടോബർ 16 ഒക്ടോബർ 2025 നിങ്ങൾ ഒപ്പിട്ട ധാരണാപത്രം. ആ ധാരണാപത്രത്തിൽ
ആ ധാരണാപത്രത്തിൽ വെറുതെ ബഹളം വെക്കല്ലേ, ആ ധാരണാപത്രത്തിൽ പറയുന്നത് DOSEL ആൻഡ് എൽ എന്ന് പറഞ്ഞാൽ ഡയറക്ടറേറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്. MOE മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, GOI ഗവൺമെന്റ് ഓഫ് ഇന്ത്യ reserves the right to rescind, cancel, terminate the agreement in the interest of public by giving a notice of 30 days. എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് പിന്മാറാനുള്ള ഏക അധികാരവും അവകാശവും കേന്ദ്ര ഗവൺമെന്റിന് മാത്രമാണുള്ളത്. കേന്ദ്ര ഗവൺമെന്റിന് നിങ്ങൾ ഒപ്പിട്ട് കൊടുത്താണ്. നിങ്ങൾ ഈ എന്താ പറയാ കഴുത്തും കത്തിയും കൂടി അവിടെ കൊടുത്തു. നിങ്ങൾ പറയട്ടെ, കഴുത്തും കത്തിയും കൂടി അവിടെ കൊടുത്തു കേന്ദ്രത്തിന്. നിങ്ങൾ ഒപ്പിട്ട് കൊടുത്താണ്. അതിന്റെ മലയാളം ഒന്നുകൂടി ഞാൻ വിശദീകരിക്കാം. പൊതു താല്പര്യം മുൻനിർത്തി 30 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകി, സർ ബേളം വെക്കല്ലെന്ന് പറയും, മുൻകൂർ നോട്ടീസ് നൽകി ഈ കരാർ റദ്ദാക്കാനോ അവസാനിപ്പിക്കാനോ കേന്ദ്ര സർക്കാരിനോ മാത്രം അവകാശം നിക്ഷിപ്തമായിരിക്കുന്നു. റിസർവ്സ്. ഇതാണ് സാർ ഇടതുപക്ഷം ഒപ്പിട്ട കരാറിലെ വ്യവസ്ഥ. ഇതാണ് ഇടതുപക്ഷം ഒപ്പിട്ട കരാറിലെ വ്യവസ്ഥ സർ. എന്നിട്ട് ഇതാണ് ഇടതുപക്ഷം ഒപ്പിട്ട കരാറ്. സത്യത്തിൽ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ ബലികഴിച്ച് പിണറായി സർക്കാർ ഒപ്പുവെച്ച ഒരു കരാറിനെ കുറിച്ച് ഇപ്പോൾ വ്യാജ പ്രചാരണം നടത്തുന്നവർ ഓർക്കേണ്ടത്, ഈ സർക്കാർ ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ട് 1 മാസേ ആയിട്ടുള്ളൂ. ഞങ്ങൾ ഒരു കരാറും ഇവിടെ ഇപ്പോൾ ഒപ്പിട്ടിട്ടില്ല. നിങ്ങൾ ചെയ്തതുപോലെ നിഗൂഢമായ പ്രവർത്തനങ്ങളൊന്നും നടത്തിയിട്ടില്ല. നിഗൂഢമായ പ്രവർത്തനം ഞാൻ പറഞ്ഞു, എല്ലാവരെയും ഇരുട്ടിൽ നിർത്തി ക്യാബിനറ്റിൽ പോലും ചർച്ച ചെയ്യാതെ വളരെ ഗോപ്യമായി രഹസ്യമായി ഒപ്പുവെച്ച ഒരു കരാറാണിത് സർ. സഖ്യകക്ഷികളെ അറിയിച്ചില്ല, പരമരഹസ്യമായിട്ട് ചെയ്തു. മുഖ്യമന്ത്രിയുടെ ഒത്താശയോടുകൂടി അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഈ പണികളൊക്കെ ചെയ്തത് സർ. ആ ജാള്യത മറക്കാനാണ് ഞങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. പിന്നെ ഇപ്പോ ഈ അടിയന്തര പ്രമേയത്തിന്റെ നോട്ടീസിലും പറയണേ, ഞങ്ങൾ ഒപ്പിട്ടു ശരിയാണ്, പക്ഷെ ഞങ്ങൾ റദ്ദാക്കി. ഒപ്പിട്ട കരാർ ഞങ്ങൾ റദ്ദാക്കി എന്നാണ് നിങ്ങളുടെ വാദം. എവിടെ റദ്ദാക്കി? റദ്ദിന്റെ കത്ത് ഞാൻ വായിക്കാം സർ. ഇത് പ്രശ്നം പ്രതിസന്ധിയൊക്കെ ആയപ്പോൾ വലിയ വിവാദമായി തെരഞ്ഞെടുപ്പ് വരുന്നു. നിങ്ങൾ കൊടുത്തത് 12/11/25 കത്ത്. അതില് നമ്മളുടെ ഇവിടെ നിന്ന് അങ്ങോട്ട് അയച്ച കത്ത്, കൈൻഡ് അറ്റൻഷൻ ഈസ് ഇൻവൈറ്റഡ് ടു ദി റെഫറൻസ് സൈറ്റഡ് ഇൻ ദി വ്യൂ ഓഫ് ദി കൺസേൺ റൈസ്ഡ് റിഗാർഡിംഗ് ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദി മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് റെഫേർഡ് ടു എബവ്. The Council of Ministers of the state decided to constitute a committee from among its members to examine such concern raised and submitted in respect for further consideration. For facilitating the same, the Council of Ministers decided to keep the implementation of the MOU in abeyance. ക്യാൻസലാക്കിയെന്ന് അവിടെ പറയണേ. നോ. ഇതിന്റെ മലയാളം എന്താ സർ? ഇതിന്റെ മലയാളം എന്താ? കരാർ റദ്ദാക്കണമെന്നോ തുടർ നടപടി വേണ്ടെന്നോ ഇതിൽ പറയുന്നില്ല. ആശങ്കകൾ ചർച്ച ചെയ്യാൻ. നിങ്ങൾ ഈ കേരളത്തിൽ ജനങ്ങളെ ഇങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഇതൊക്കെ എല്ലാവർക്കും തിരിയും. പറയൂ. അതായത് ചർച്ച പറയുന്നില്ല. ആശങ്കകൾ ചർച്ച ചെയ്യാൻ ഉണ്ടാക്കുന്ന മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ട് വരുന്നത് വരെ MOU നടപ്പാക്കുന്നത് താൽക്കാലികമായി നീട്ടിവെക്കേണ്ടതാണെന്ന് അറിയിച്ചു. നീട്ടിവെക്കേണ്ടതാണ്. നോട്ട് ക്യാൻസൽ സർ. ഇത് കേന്ദ്രത്തെ അറിയിച്ചു കൊണ്ടൊരു കത്തെഴുതി. ആയതിന് നിയമപരമായി വല്ല സംഗതിയുണ്ടോ സർ? ഞാൻ നേരത്തെ വായിച്ചു, കരാറിൽ നിന്ന് പിൻവാങ്ങാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം കേന്ദ്രത്തിന് വെച്ചു കൊടുത്തുകൊണ്ട് ഈ കരാറിലെ എല്ലാ അധികാരവും യൂണിലേറ്ററലായി ഏകപക്ഷീയമായി കേന്ദ്രത്തിന് നൽകിക്കൊണ്ടാണ് നിങ്ങൾ കേരളത്തിന്റെ അവകാശങ്ങൾ ബലികഴിച്ചാണ് ഈ കരാർ ഒപ്പിട്ടത് എന്നുള്ളതാണ് ഇതിന്റെ ഇന്നത്തെ പ്രതിസന്ധി സർ. പിന്നെ ഇനിയുണ്ട്. ഇത് ഈ പറഞ്ഞതൊക്കെ റെക്കോർഡിലുള്ള സംഗതിയാണ്. ഈ പറഞ്ഞതൊക്കെ റെക്കോർഡിലുള്ള കാര്യങ്ങളാണെങ്കിൽ സർ ഇനി സാർ ദേശാഭിമാനി 25/10/2025 ഞാൻ ചുരുക്കാണ്. ഇത് കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ കൃത്യമായ റെക്കോർഡുകൾ പറഞ്ഞു. ദേശാഭിമാനി 25/10/2025 1-ാം പേജ് സർ ലീഡിംഗ് ന്യൂസ് ഉണ്ട് സർ. 8/5/26 ഇത് പുതിയ ഇതിനെ കുറിച്ചുള്ള ലീഡിംഗ് ന്യൂസ് ദേശാഭിമാനിയിൽ 1-ാം പേജിൽ സർ. PM ശ്രീ ഒപ്പിട്ടത് കുട്ടികളുടെ ഭാവിക്ക്. PM ശ്രീ ഒപ്പിട്ടത് കുട്ടികളുടെ ഭാവിക്ക്. ആരാ പറയുന്നത് സർ? ആരാ പറയുന്നത്
അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി അതിന്റെ തുടക്കം മാത്രം ഞാൻ വായിക്കാം. ദേശാഭിമാനിയാണ്, വിശദാംശങ്ങൾ പിന്നീട് പറയാം. മനോരമല്ല. യെസ്, ഓക്കെ. അപ്പോ സർ, ഇവിടെ ഇപ്പൊ ഞങ്ങൾ ഇത്രേ പറഞ്ഞോളൂ. സർ, നിങ്ങൾ ഈ വിധം കേരളത്തെ പ്രതിസന്ധിയിലാക്കി, നിങ്ങൾ അതിന്റെ പ്രചാരകരായി, അതിനുവേണ്ടി ഫൈറ്റ് ചെയ്തവരാണ് കഴിഞ്ഞ ഗവൺമെന്റ്. എന്നാൽ ഞങ്ങളുടെ മുമ്പിലുള്ള സംഗതി എന്താ? ഞങ്ങൾ വരുമ്പോൾ ഗവൺമെന്റുകൾ ഒരു തുടർച്ചയാണ്. ദ സ്റ്റേറ്റ് ഓഫ് കേരള ഗവൺമെന്റുകൾ തുടർച്ചയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അന്നൊരു ഉപസമിതിയെ വെച്ചിട്ട് ഈ ഉപസമിതി ഒന്നും ചെയ്തില്ല, മാസങ്ങളോളം യോഗം ചേർന്നില്ല. എന്നാൽ ആ ഉപസമിതിക്ക് ചേർന്നിട്ടത് വേണ്ടാന്ന് വെക്കായിരുന്നല്ലോ, അങ്ങനെ കൊടുത്തിട്ടില്ലല്ലോ. നിങ്ങൾ ആ ഉപസമിതി 8 മാസം യോഗം ചേർന്നില്ല. ഗവൺമെന്റിന്റെ കാലാവധി തീരുന്നത് വരെ ഉപസമിതി യോഗം ചേർന്നില്ല. അപ്പൊ ഞങ്ങൾ ഇത്രേ പറയുന്നുള്ളൂ, ഗവൺമെന്റുകൾ തുടർച്ചയാണ്. നിങ്ങൾ തുടങ്ങി വെച്ച ആ സംഗതി, നിങ്ങൾ ഒപ്പിട്ട് പ്രതിസന്ധിയിലാക്കിയ ആ സംഗതിയിൽ ഞങ്ങളൊരു ഉപസമിതിയെ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്യാബിനറ്റ് ആ ഉപസമിതിയുടെ തീരുമാനങ്ങൾ വരുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷത്തിനോ പ്രമേയ അവതാരകനോ അവകാശമില്ല. കാരണം ഊഹങ്ങളുടെ പേരിൽ റൂൾ 50 നിൽക്കില്ല. കാരണം ഊഹമാണ്. ഇവിടെ ഈ ഗവൺമെന്റ് എന്തെങ്കിലും തീരുമാനം എടുത്ത് പ്രഖ്യാപിച്ചോ? അപ്പോ ഇതെല്ലാം നിങ്ങൾ ചെയ്തിട്ട് ഞങ്ങളെ ഇതിന്റെ ആളുകളാക്കാൻ ശ്രമിക്കരുത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. തീർത്തും പറയാം കേന്ദ്ര ഗവൺമെന്റിന്റെ ഹിന്ദുത്വ അജണ്ടകളോടുള്ള കോൺഗ്രസിന്റെയും ലീഗിന്റെയും UDF-ന്റെയും നിലപാടുകൾ സുവ്യക്തമാണ്. വിദ്യാഭ്യാസ മേഖലയെ വർഗീയവൽക്കരണത്തിനും ചരിത്രം വളച്ചൊടിക്കുന്നതിനും വക്രീകരിക്കുന്നതിനുമെതിരെ ഞങ്ങൾ എന്നും പോരാടിയിട്ടുണ്ട്. ഇനിയും ആ നിലപാടിൽ അണുവിട വ്യത്യാസമുണ്ടാകില്ല. അതുകൊണ്ട് ഈ പ്രമേയം ചർച്ച ചെയ്യാൻ സഭ നിർത്തിവെക്കേണ്ടതില്ല എന്നാണ് എന്റെ അഭിപ്രായം.